കരട് മദ്യനയത്തിന് സർക്കാരിന്റെ അംഗീകാരം. ഇനി മുതൽ 1-ാം തീയതിയും മദ്യം വിൽക്കാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. മദ്യം വിൽക്കണമെങ്കിൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി ലഭിച്ചിരിക്കണം. എന്നാൽ 1-ാം തീയതി ബാറുകൾക്കും ഔട്ട്ലെറ്റുകൾക്കുമുള്ള ഡ്രൈ ഡേ തുടരും. റിനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, എന്തൊക്കെയാണ് പുതിയ മദ്യനയത്തിലെ സവിശേഷതകൾ? ആർക്കൊക്കെയാണ് ഈ പുതിയ മദ്യനയം ബാധകമാവുക? ഡ്രൈ ഡേ തുടരുമല്ലേ? അരുൺകുമാർ, കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗങ്ങളിലടക്കം ചില CPI മന്ത്രിമാരടക്കം ഈ കരട് മദ്യനയത്തിൽ ചില ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നൊരു തീരുമാനമെടുത്തിരുന്നില്ല. മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കരട് മദ്യനയത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ ടൂറിസം മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ മുന്നിലേക്ക്. കാരണം ശ്രീലങ്കയിലേക്ക് അടക്കം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഉൾപ്പെടെ പോകുന്നൊരു സാഹചര്യത്തിൽ 25,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഒരു വർഷത്തിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുക എന്നുള്ള വിലയിരുത്തൽ ഉൾപ്പെടെ ഉണ്ടായി. തുടർന്നാണ് കരട് മദ്യനയം തയ്യാറാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്നിപ്പോൾ അതിന് അംഗീകാരം വന്നിരിക്കുന്നു. ഇനി 1-ാം തീയതിയിലും മദ്യം വിളമ്പാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേക അനുമതി വാങ്ങിയിട്ടായിരിക്കണം ഈ 1-ാം തീയതി മദ്യം വിളമ്പുക എന്നുള്ളത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, വിവാഹം പോലുള്ള ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കുമ്പോഴാണ് ഈ ഹോട്ടലുകളിൽ 1-ാം തീയതി മദ്യം വിളമ്പുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക. 50,000 രൂപ മുൻകൂട്ടി അടച്ച് ഒരാഴ്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഇതിന് അനുമതി വാങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ 1-ാം തീയതി ബാറുകൾക്ക് തുറക്കാൻ അനുമതി ഇല്ല എന്നുള്ളതാണ് കരട് മദ്യനയത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേക ചടങ്ങുകൾക്കുള്ള മദ്യം വിളമ്പുന്നതിനുള്ള അനുമതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ അനുമതി വാങ്ങിയിരിക്കണം. പഞ്ചനക്ഷത്ര സൗകര്യമുള്ള യാനങ്ങളിലും മദ്യം നൽകാം എന്നുള്ളതാണ് ഈ കരട് മദ്യനയത്തിൽ പറയുന്നത്. ടൂറിസത്തിനായി എന്ന പേരിലാണ് ഈ കരട് മദ്യനയത്തിൽ അത്തരമൊരു അനുമതി നൽകിയിരിക്കുന്നത്. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്കാണ് ഇത് ബാധകമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. IT പാർക്കുകളിലെ ക്ലബ്ബ് മാതൃകയിലുള്ള ബാറിലും ഇത്തരത്തിലുള്ള ഈ മദ്യം വിളമ്പാനുള്ള ഒരു അനുമതി ഈ കരട് മദ്യനയത്തിൽ നൽകുന്നുണ്ട്. ബാറുകളുടെ വാർഷിക ലൈസൻസ് 35 ലക്ഷം ആയി തുടരുന്ന ഒരു കാര്യത്തിലും ഈ കരട് മദ്യനയത്തിൽ പറയുന്നുണ്ട്. കള്ളുഷാപ്പുകളുടെ 400 മീറ്റർ ദൂരപരിധി തുടരുവാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്.